ഹേ എവരിവൺ, SLCയുടെയും പ്ലസ് ടുയുടെയും റിസൾട്ട് ഈ ആഴ്ച പുറത്തു വന്നു. അപ്പോഴുള്ളൊരു സംശയമാണ്, ഇനി എപ്പോഴാണ് +1 കുട്ടികളുടെ, അതായത് 2024 +1 എക്സാം എഴുതിയ കുട്ടികളുടെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത്? അതേപോലെ തന്നെ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം മാർച്ചിലാണോ അതോ സെപ്റ്റംബറിലാണോ നടക്കുക? അതേപോലെ തന്നെ റിസൾട്ട് കഴിഞ്ഞ വർഷം ഏത് ദിവസമായിരുന്നു വന്നത് എന്നതിനുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനെ പറ്റി മിനിസ്റ്റർ പറഞ്ഞ കാര്യം എന്താണെന്ന് നോക്കാം. ഇത് കഴിഞ്ഞ വർഷം വന്ന റിപ്പോർട്ടാണ്. +1 കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം മാർച്ചിലാണ് നടത്തുക. അതായത് നമ്മൾ പ്ലസ് ടു എഴുതുന്ന ടൈമിലാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നത്. ഈ ന്യൂസ് വന്നത് ജൂൺ 17, അതായത് +1 റിസൾട്ട് വന്നതിന് ശേഷമായിരുന്നു ഈ റിപ്പോർട്ട് വന്നത്. അപ്പോൾ അതിന് ഒരുപാട് കോൺട്രവേഴ്ഷ്യലായി, അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതായത് +1 കുട്ടികളോട് ഇതാദ്യം പറയണമായിരുന്നു എന്നായിരുന്നു അവർ പറഞ്ഞത്. മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം, മാർച്ചിൽ നടത്തുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടു കുട്ടികൾക്ക് എക്സ്ട്രാ ടൈം, അതായത് മോർ അക്കാഡമിക് ഡേയ്സ് ഫോർ പ്ലസ് ടു സ്റ്റുഡൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ പേരിൽ 15 ഡേയ്സോളം പ്ലസ് ടു കുട്ടികളുടെ അക്കാഡമിക് ഡേയ്സ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതിനെതിരെ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലെത്തിയതെന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. പ്ലസ് ടു, അതായത് അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടു എക്സാമിന് പഠിക്കുന്ന ടൈം തന്നെ നമ്മൾ വീണ്ടും +1 എക്സാം പഠിക്കണം. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനാണെങ്കിൽ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം സെപ്റ്റംബറിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു മാസം ഫുള്ളായിട്ട് നിങ്ങൾക്ക് അതിന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ പ്ലസ് ടുവിൻ്റെ കാര്യം നിങ്ങൾ നോക്കേണ്ടതില്ല. ഇതൊരു പ്രോബ്ലമായിട്ടാണ് ടീച്ചേഴ്സ് പറയുന്നത്. മിനിസ്റ്റർ പറഞ്ഞത് ഷെഡ്യൂൾ ചേഞ്ചിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ടീച്ചേഴ്സ് മീറ്റിങ്ങിൽ വെച്ചപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞത് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജനറൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഷാനവാസ് IAS പറഞ്ഞ കാര്യം, അതിന് ഈക്വലായിട്ട് ഡേയ്സ് കിട്ടുള്ളൂ, ഗ്യാപ്പ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാണ് കഴിഞ്ഞ വർഷം പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ +1 റിസൾട്ട് ലേറ്റ് ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ +1 റിസൾട്ട് വന്നതിന് ശേഷമാണ് കുട്ടികളുടെ സ്റ്റുഡൻസ് യൂണിയനൊക്കെ ഇതിനെതിരെ പോയിട്ട് അപ്പീൽ ചെയ്യാൻ, ഇതിങ്ങനെ പറ്റില്ല, ഈ വർഷം സെപ്റ്റംബറിൽ തന്നെ നടത്തണം. കഴിഞ്ഞ വർഷം ശരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടന്നത് സെപ്റ്റംബറിലായിരുന്നു, മാർച്ചിലല്ല. അതിൻ്റെ അവർ പറഞ്ഞ കാര്യം, മിനിസ്റ്റർ ഇത് ആദ്യമേ +1 തുടങ്ങുന്ന ടൈമിൽ തന്നെ പറയണമായിരുന്നു. ഇതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പം കുട്ടികൾക്ക് അത് സ്ട്രെസ് ആവുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം സെപ്റ്റംബറിൽ നോർമലി പോലെ തന്നെ നടത്തി. എന്നാൽ ഈ വർഷം അത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് മാർച്ചിൽ നടക്കുമെന്ന കാര്യം കഴിഞ്ഞ വർഷമേ പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് ഈ വർഷം മാർച്ചിൽ നടത്താൻ തന്നെയാണ് കൂടുതൽ സാധ്യത. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം എപ്പോഴാണ് റിസൾട്ട് വന്നതെന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അതിന് കഴിഞ്ഞ വർഷം വന്ന സർക്കുലർ ഞാൻ കാണിച്ചു തരാം. 2023 മാർച്ച് മാസം നടന്ന 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഫലം 15/6, അതായത് സ്കൂൾ തുറന്നതിന് ശേഷം 2 ആഴ്ചക്കുള്ളിൽ 15-നാണ് റിസൾട്ട് കഴിഞ്ഞ വർഷം പബ്ലിഷ് ചെയ്തത്. അത് ആദ്യം പറഞ്ഞതും അങ്ങനെയൊന്നുമല്ല, നമ്മൾ സ്കൂളിലെത്തിയാൽ അന്നാണ് നമ്മളറിയാം ഇന്നാണ് +1 റിസൾട്ട് എന്ന്. ഉദ്ദേശം ആ ഒരു സിറ്റുവേഷൻ ഫുള്ളായിട്ട് ഹാൻഡിൽ എന്നതാണ്. അതുകൊണ്ടാണ് +1 റിസൾട്ട് വൈകുന്നത്. ഇതിനെപ്പറ്റി ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് വരും. ഇത് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല റിസൾട്ട് എപ്പോഴാണ് വരാമെന്ന്. പക്ഷേങ്കിൽ എല്ലാ വർഷവും ജൂൺ 2 +1 റിസൾട്ട് വരുന്നത്. ഇതിനെപ്പറ്റി ഇനി ന്യൂ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഞാൻ പറയും, എങ്ങനെയാണ് റിസൾട്ട് നോക്കേണ്ടതെന്നുള്ള വീഡിയോ ഉണ്ടാവും. സോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.